ഹലോ ഹായ്. അപ്പോൾ ഇന്ന് ഗാലറി ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കുറച്ച് മുന്നത്തെ വീഡിയോസൊക്കെ അതിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് അതങ്ങ് എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ തന്നെ ഞാനൊരു ഗ്രീൻ ടീ ഒക്കെ എടുത്ത് കഴിച്ചു. പിന്നെന്താ ഒരു മുട്ട പുഴുങ്ങിയതും കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ വന്നേട്ടാ. അപ്പോൾ ഇഡ്ഡലിക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചായ തിളച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി തട്ടിലേക്ക് നമ്മുടെ മാവൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതങ്ങ് അടുപ്പത്തേക്ക് വെച്ചു. ഇനിയിപ്പോൾ ഇഡ്ഡലിക്ക് എന്താ കറി ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോഴേ സാമ്പാർ കഷ്ണമൊന്നും ഇരിപ്പില്ലായിരുന്നു. എന്നാൽ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2-3 പീസ് എടുത്തിട്ട് ഈ ഇഡ്ഡലിക്ക് ഒരു കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഉരുളക്കിഴങ്ങും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഒക്കെ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതൽ അങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ചിക്കൻ പീസ് ഒരു 4 എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേ പിന്നെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. ഒരുപാട് ഗ്രേവിയൊന്നും ഇല്ലാത്ത ചിക്കൻ കറിയാണ്, നമുക്ക് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതിൽ ആ ഉരുളക്കിഴങ്ങ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ മസാലയിൽ ചിക്കൻ വേണമെന്നൊന്നുമില്ല, ഉരുളക്കിഴങ്ങ് കൂട്ടി കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ പൊളിയാണ്, എനിക്കത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നപ്പോഴേ അതിലേക്ക് ഉരുളക്കിഴങ്ങും പിന്നെ ചിക്കൻ പീസ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. കുറച്ച് ഗ്രേവി ആയിട്ട് നമുക്ക് ഈ കറി കിട്ടും കേട്ടോ. കറി ആകുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. കുറച്ച് ചോറൊക്കെ അരച്ച് ചേർക്കുന്ന കാരണം കൊണ്ട് അടിപൊളി സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് അങ്ങ് മൂടി വയ്ക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ഇഡ്ഡലിയും ചിക്കൻ കറിയും ഒക്കെ കൂടിയിട്ടാണ് കഴിക്കുക. ഒത്തിരി പുളിയില്ലാത്ത ഇഡ്ഡലി വേണം കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇത്തിരി പുളിയൊക്കെ കൂടിയ ഇഡ്ഡലി ആയിട്ട് ഇതൊട്ടും മാച്ച് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനായിട്ട്. ചിക്കൻ കറിയുടെ കൂടെ പിന്നെ നമുക്ക് എല്ലാ പലഹാരങ്ങളും കഴിക്കാൻ പറ്റും അല്ലേ. പുട്ട്, ചപ്പാത്തി, പത്തിരി, അങ്ങനെ എല്ലാം അടിപൊളിയാണ് അല്ലേ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അതാ പിന്നെ ഒരു 10-10:30 ആയപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ട് ഒരു 3 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ കറി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൂടി കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ ഉച്ചത്തെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഒന്ന് ബിരിയാണി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്. ബിരിയാണി പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇഡ്ഡലിയുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ആദ്യമേ അങ്ങ് കഴുകി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കി ചിക്കനൊക്കെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എന്നിട്ട് മഞ്ഞൾപ്പൊടിയിലൊക്കെ കുറച്ച് നേരമൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ ബിരിയാണിയിലേക്ക് വേണ്ട സവോളൊക്കെ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബർക്കത്തരി ആണ് ഇന്ന് ബിരിയാണി വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 കപ്പ് അരി നന്നായി കഴുകി കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് മസാലയൊക്കെ ചേർത്ത് വെച്ചു. പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ നല്ല കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ വല്ലപ്പോഴല്ലേ നമ്മൾ കളറൊക്കെ ചേർത്തിട്ട് കഴിക്കുന്നുള്ളൂ. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലെന്നേ. നമ്മൾ കഴിക്കുന്ന സാധനം അത് എത്ര ചെറിയ സംഭവമാണെങ്കിലും അത് നന്നായിട്ട് ഭംഗിയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം കിട്ടും അല്ലേ. അപ്പോൾ കളറൊക്കെ ചേർത്തിട്ട് ഇതുപോലെ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റിനൊക്കെ ശേഷം അത് പൊരിച്ചെടുക്കണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഗരം മസാലയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ബിരിയാണിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുകളിൽ കൊണ്ടുപോയിട്ടു. അതിന് ശേഷം വന്നിട്ടാണ് നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണി ചെമ്പങ്ങ് തുറന്നപ്പോൾ ഉണ്ടല്ലോ അടിപൊളി മണമായിരുന്നു കേട്ടോ. പിന്നെ ഈ ജിമ്മിനൊക്കെ പോകുന്ന കാരണം കൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴേ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് കൂടും കേട്ടോ വല്ലപ്പോഴും കഴിക്കുമ്പോഴേ. അപ്പോൾ പിന്നെ വേഗം ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു. നല്ല ആസ്വദിച്ചിട്ട് അങ്ങ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു ഇരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ജിമ്മിന് പോവാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്നെ ഒരുപാട് പേര് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എല്ലാവരുടെ അടുത്തും. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.